മോളെ ഞാൻ സർജറി കഴിഞ്ഞു, മോക്ക് ആ സർജറി കാണുന്നപ്പോ ഞാൻ എന്നാ കാണിച്ചോന്ന് പറഞ്ഞത്. ഏരപ്പേ നിന്നോട് എപ്പോഴാണ് പറഞ്ഞത്? നീ എന്നോട് എപ്പോഴാണ് ചോദിച്ചത് മോക്ക് കാണണോ അപ്പൊ ഞാൻ നിന്നോട് കാണണമെന്ന് പറഞ്ഞോ? ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല, എനിക്ക് ഒറ്റ തന്തയുള്ളൂ, കെ രാജേഷ്. എന്നാലും എന്റെ ജാസിയെ ഈ ആള് കൊള്ളാട്ടാ. കുറ്റിപ്പുറത്തിന്റെ പേര് മൊത്തത്തിൽ അങ്ങോട്ട് നശിപ്പിച്ച് പണ്ടാറടക്കിയേക്കാളെ. എത്ര വട്ടാടോ തന്തക്ക് വിളി കേട്ടോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരാളെ വിളിച്ചിട്ട് ഞാൻ അങ്ങ് കാണിച്ചു തരാം എന്ന് പറയുമ്പോ ആ കാണിക്ക് മോനെ അല്ലെങ്കിൽ മോളെ എന്ന് പറയാനും മാത്രം വകതിരിവില്ല ആളുകൾ, വകതിരിവില്ലാത്ത ആളുകളല്ല നമ്മുടെ ചുറ്റിലുള്ളത് എന്നുള്ളതാണ്. ഹെലനെ അങ്ങോട്ട് വിളിച്ചു, ഹെലൻ മോളെ കാണിച്ചു തരട്ടെ, ആ കാണിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ കാണിച്ചു കൊടുത്തു എന്ന രീതിയിലേക്ക് ആക്കിയല്ലേ. കൊള്ളാം. ഇവിടെ ജാസി സ്വന്തം ഉമ്മയെയും ഉപ്പയെ കുറിച്ചൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ കുതിരാച്ചിട്ട് ഇറങ്ങി വരുന്നുള്ളത് അമ്മാതിരിയാണെന്നുള്ളതാണ്. സ്വന്തം ഫാമിലിയെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ജാസി, എന്നിട്ടും അവരൊക്കെ പറയുന്ന വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് ഈ പെൺവേഷം കെട്ടി നടക്കാൻ ആഗ്രഹിച്ച് അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു പ്യാവം വ്യക്തി. എന്നാലും എന്റെ ജാസി, ഞങ്ങളുടെ ഇത് വേണ്ടായിരുന്നു, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഹാളിനെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ്? ഹിജഡ സംസ്കാരത്തിനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ജാസിക്കെതിരെ ആ കമ്മ്യൂണിറ്റി ഹാൾ ഇളകി മറിഞ്ഞു. നിങ്ങൾ കേട്ടില്ലേ? ഇപ്പൊ എന്റെ ശബ്ദം പെട്ടെന്ന് മാറി, നിങ്ങൾ കേട്ടില്ലേ? ഏകദേശം ഞാൻ ഉണ്ടാക്കിയ ശബ്ദത്തിനോട് സാമ്യമുള്ള ഒരു ശബ്ദമല്ല ഇവർക്ക് എല്ലാവർക്കും. എന്താ ഈ സാധനമാണ്, എന്ത് സംഭവം മനസ്സിലായില്ല കേട്ടോ. എല്ലാത്തിന്റെ ശബ്ദം ഒന്നാന്നുള്ളതാ. അയ്യോ, വിഷയത്തിൽ നിന്ന് വൈദ്യുതി മാറി വീഴാൻ നിൽക്കണ്ട, നേരെ വീടിലോട്ട് കിടക്കാം. അതായത് ജാസിയുടെ ഡബിൾ സ്റ്റാൻഡ്, ഡബിൾ ഓസ്മാനിയ കേൾക്കാം. അതിന് ലൈക്ക് കർമ്മ എന്ന സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും. കാരണം അത്രമേൽ എനിക്ക് വിഷമായി. അത് കണ്ട് എൻ്റെ ഉമ്മ അടക്കം എന്നെ വിളിച്ച് ചോദിച്ചു, ജാസി എന്തൊക്കെയാണ് ഒരു പെൺകുട്ടി പറയുന്നത്, സ്വന്തം ഉപ്പാനെ പറയുന്നത്, എന്നാൽ കബറി കിടക്കുന്ന ആൾക്ക് എന്തൊരു വിഷമാണെന്നൊക്കെ ഉമ്മ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉമ്മാനോട് ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ച റബ്ബിന്റെ ഭാഗത്തല്ലേ, പഠിച്ച റബ്ബ് നോക്കിക്കോളൂ, അത് ആ പറഞ്ഞ ആളും പഠിച്ച റബ്ബിനും വിട്ടുകൊടുക്കാം. എനിക്ക് അത് മാത്രമാണ് ഒരു വിഷമം ഉണ്ടായത്. എന്റെ പൊന്നു മിയാളെ മിയാനെ, കബറി കിടക്കുന്ന ഉപ്പാക്ക് സങ്കടമായി എന്നാണ് ഉമ്മ പറഞ്ഞതല്ലേ പറയണത്. ഉമ്മ മിക്കവാറും അങ്ങനെ വിളിക്കാൻ സാധ്യതയില്ല. കാരണം ഉപ്പ മരിച്ച് പിറ്റേ ദിവസം ഞാൻ വെച്ച് പിടിപ്പിച്ചു നടന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതാണ് ചെങ്ങായി, ഹൈദ്രോളി അല്ലെ, ആളുടെ ഇന്റർവ്യൂ ഒക്കെ ഒന്ന് പോയി നോക്ക്, ജാസിയുമായിട്ടുള്ളത്. കൃത്യമായി പറയുന്നുണ്ട്, താടി എന്റെ രക്ഷാകവചമാണ്, വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞ് ഇടുമ്പത്തട്ടി അങ്ങോട്ട് പോകുന്ന പറഞ്ഞിട്ടുള്ളത്. വെടിയുണ്ടകൾ മനസ്സിലായില്ലേ? ഇമ്മാതിരി നുണയും പറഞ്ഞിട്ട് നടക്കുക. ഉമ്മക്ക് സങ്കടമായി പോലും. എന്ത് അവള് സംസാരിച്ചതേ, അവൾക്ക് പിന്നെ മാടി കാണിച്ചു കൊടുത്ത പിന്നെ അവള് സംസാരിക്കാതിരിക്കോ? വാപ്പാക്കും ഉമ്മാക്കൊക്കെ അവര് ഉമ്മാക്ക് വിളിച്ചില്ല, വാപ്പാക്ക് തെറി വിളിച്ചിട്ടുണ്ട്. ഇവിടെ തന്റെ ഉമ്മയെ കുറിച്ച് ഭയങ്കര വിഷമമുണ്ട് എല്ലാവർക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ ഒരു പണ്ടാറം വന്ന് പെട്ടല്ലോ എന്നുള്ളത്. ആ ഉമ്മാന്റെ വയറ്റിൽ നിന്നല്ലേ ജി വന്നത്. ആ ഉമ്മൊക്കെ കൃത്യമായി നിസ്കാരവും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഹിജഡ സംസ്കാരത്തിനെ ഒരിക്കലും ഇസ്ലാം മതം അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. കൃത്യമായി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് സ്വർഗം കിട്ടില്ല എന്നുള്ള കാര്യം. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഉമ്മ ഖബറി കിടക്കുന്ന ഉപ്പാനെ കുറിച്ച് നിന്നോട് വന്ന് പറഞ്ഞു എന്ന് പറയാം? ഞങ്ങൾക്ക് വിശ്വാസമില്ല, വിശ്വസിക്കാൻ കഴിയില്ല. ഒരിക്കലും നമ്മുടെ വീട്ടിലൊന്നും ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വെള്ളിയാഴ്ചയാണ് എല്ലാവരും നല്ല വൃത്തിക്ക് ദുആ ചെയ്തോളൂ. ഒരിക്കലും നമ്മളെ പടച്ചോനെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ എന്ന് പറയണം കേട്ടോ. ഇവിടെ കണ്ടില്ല, ആണായി ജനിച്ചൊരു കല്യാണം കഴിച്ച് ആ പെണ്ണിന്റെ ലൈഫ് രണ്ടാം കെട്ടിലേക്ക് നയിപ്പിച്ച് രണ്ടാം കെട്ടിനാക്കി, എന്നിട്ട് ഇവൻ അങ്ങ് നടക്കെ വെച്ചും പിടിപ്പിച്ചിട്ട് എന്നിട്ടാണ് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്വാതന്ത്ര്യം തന്നെയാണ് എങ്ങനെ വെച്ച് പിടിപ്പിച്ച് നടക്കേ എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളത്. ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമമുണ്ട് എന്നുള്ളത്, ഇന്ത്യൻ ഭരണഘടന അതിനൊക്കെ അനുവാദം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഇടയ്ക്ക് വന്ന ആ ഒരു സുപ്രീം കോടതി വിധി. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തിനാണ് ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ കൊണക്കുന്നേ? എന്തിനാണ് ഇങ്ങനെ നുണകൾ പറയുന്നത്? എന്തിനാണ് ആളുകളെ തെറ്റായ മാർഗദിശയിലേക്ക് നയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്? ഊളത്തരമല്ലേ കാണിക്കുന്നത്? അപ്പോ ഉമ്മ വന്ന് പറഞ്ഞു എന്ന വാക്ക് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം ആ ഉപ്പാക്ക് ഒരിക്കലും ആഗ്രഹം ഉണ്ടായിരുന്നില്ല തന്റെ മകൻ ഒരു മകളായി മാറണം എന്നല്ലെങ്കിൽ ഒരു പെൺവേഷം കെട്ടി നടക്കണം എന്നുള്ളത്. മരിച്ചു കഴിഞ്ഞ ശേഷമാണ് നീ അത് ചെയ്തെന്ന് പറയുന്നുണ്ട്. പിന്നെ ഉമ്മ നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അവരെന്ത് പറയാനാണ്? പടച്ച റബ്ബ് കൊടുത്തുകൊള്ളും കർമ്മ എന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ നീ. അങ്ങനെ പടച്ച റബ്ബ് ഒന്നുണ്ട് എങ്കിൽ നീ കൃത്യമായി ഖുർആനൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, എന്താണ് നിങ്ങളുടെ സ്ഥാനം എന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ധന്യ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. ഭാഷയിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ജാസിയുടെ ഉമ്മാന്റെ അടുത്ത്. നിങ്ങളുടെ മകനാണോ എന്നാ ആ സാധനം പറയിപ്പിച്ചതാണ്, മനസ്സിലായില്ലേ? നിങ്ങള് ഇവനെ പെങ്ങന്മാരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നിങ്ങൾ മൂന്നാണോ നാലാണോ രണ്ടാണോ അറിയില്ല, രണ്ട് തന്നെ പിടിക്കാം നമുക്ക്. എത്ര മക്കളാണ് നിങ്ങൾക്കുള്ളതെന്ന് എനിക്ക് അറിയില്ല. 2 മക്കളാണെന്ന് തന്നെ വെച്ചോ. 2 മക്കളെ പ്രസവിച്ചൊരു ഉമ്മയല്ലേ നിങ്ങള്? ആ നിങ്ങളുടെ
മകനായി ജനിച്ച, ആണായിട്ടാണല്ലോ ഇവൻ ജനിച്ചത്, പിന്നെ മകനായിട്ട് ജനിച്ച വ്യക്തി ഇത്രയും സ്ത്രീ സമൂഹത്തെ അധിക്ഷേപിച്ചപ്പോ അല്ലെങ്കിൽ കളിയാക്കിയപ്പോ നിങ്ങളുടെ ഹൃദയം വേദനിച്ചില്ല? നിങ്ങളുടെ ഹൃദയം പൊട്ടിയില്ല? നിങ്ങൾക്ക് നാണക്കേട് അനുഭവപ്പെട്ടില്ല? നിങ്ങൾ കുടുംബശ്രീ പോകുമ്പോഴോ അല്ലെങ്കിൽ അപ്പുറത്തെ പിന്നെ പീടിയിൽ സാധനം വാങ്ങാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഹരിതകർമ്മ സേനയുടെ പിന്നെ പ്ലാസ്റ്റിക് കവർ എടുക്കാൻ സ്ത്രീകൾ വരുമ്പോഴോ ഒന്നും നിങ്ങൾക്ക് അവരുടെ മുന്നിൽ പോകാൻ നാണക്കേട് തോന്നിയില്ല? ഒരു സ്ത്രീയുടെ മുന്നിൽ പോകാൻ വേണ്ടിയിട്ട്? ഇവിടെ ഈ ഉമ്മ അങ്ങനെ ഒരു കാര്യം സംസാരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ആ മതത്തിനെ അവഹേളിക്കുന്ന രീതിയിലാണ് ജീവിച്ചു പോകുന്നത്. അവർ മതവിശ്വാസികളാണെന്നല്ലേ നമ്മളിപ്പോഴും പറയുന്നത്. അതേ വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ അവർക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഒരിക്കലും ഈ ഒരു സംസ്കാരത്തിനെ അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല. ഇവരിപ്പോ കമ്മ്യൂണിറ്റി ഹാള് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്ത് കമ്മ്യൂണിറ്റി ഹാള്? ഇതൊന്നും ഒരാൾക്കും താല്പര്യമുള്ള വിഷയമൊന്നുമല്ല. ഇതിപ്പോ എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ആള് ഉണ്ടെങ്കിൽ നമുക്ക് നാണക്കേടാണ്. ചേർത്ത് വെക്കാൻ പറ്റുമോ? എങ്ങനെ പറ്റുക? ഇതൊക്കെ നോർമലൈസ് ചെയ്യണമെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെ പറ്റും? സ്വന്തം ഫാമിലിയിലോ സ്വന്തം വീട്ടിലോ ഇത് വരുമ്പോ നിങ്ങൾ സമ്മതിക്കോ? ഇല്ല. അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, അതിലൊന്നും ഒരു തർക്കം വേണ്ട. അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. പക്ഷെ സമൂഹത്തിന്റെ മുന്നിൽ തെറ്റായ സന്ദേശങ്ങൾ നൽകുക, ഈ ഒരു കാര്യത്തിലേക്ക് ആളുകളെ വീണ്ടും നയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കൈയും കെട്ടി നോക്കിയിരിക്കണോ? സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് നമ്മൾ റിയാക്ട് ചെയ്യില്ലേ? ഇവിടെ ജാസിയുടെ ഭാഗത്ത് പറ്റിയിട്ടുള്ള 100% മിസ്റ്റേക്കുകൾ മാത്രമാണെന്നുള്ളതാണ്. നുണകൾ പറയുക. സർജറി ഞാൻ ചെയ്തത് എവിടെയാണെന്ന് പറയില്ല, പക്ഷെ അത് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. വാക്കുകൾ മാറ്റി മാറ്റി പറയുക, ആ മതത്തെ അവഹേളിക്കുക, അതുകൂടാതെ സ്ത്രീത്വത്തെ അപമാനിക്കുക. ഇത് നമ്മളെങ്ങനെ നോക്കി നിൽക്കും? നമുക്കിത് റിയാക്ട് ചെയ്തേ നോക്കുള്ളൂ. ഉമ്മ അങ്ങനെ ഒരു വാക്ക് പറയാനുള്ള സാധ്യത 99% ഇല്ല. അത്രമാത്രം നാണം കേട്ടിട്ടുണ്ടാവും അവര്. പിന്നെ എങ്ങനെ അത് പറയും? പിന്നെ ജാസിക്കുണ്ടൻ ഉണ്ടല്ലോ, ജാസിക്കുണ്ടൻ. പിന്നെ ഇപ്പൊ കുണ്ടെന്ന് വിളിക്കാൻ പറ്റും ഇവനെ? പിന്നെ വെച്ച് കിട്ടിയ സിലിക്കണം താഴെ തണ്ടി തൂങ്ങുന്നവരെ കുണ്ടെന്ന് വിളിക്കാൻ പറ്റുമോ? അതെനിക്കറിയില്ല. അപ്പൊ ഇവന്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. ഞാൻ വിളിച്ചു പറയാം, ഇതാണ് സത്യം. ആ വാക്ക് പറയാനുള്ള യോഗ്യത എനിക്കില്ല. സത്യം എന്നുള്ള വാക്കുണ്ടല്ലോ, നിന്റെ എല്ലാ കള്ളക്കണിയും ഞാൻ ഇന്ന് പൊളിച്ചടിക്ക് കൈ തരാം. ഞാൻ വാവായിട്ട് ഞാൻ കൈ തരാം കേട്ടോ. വാവായിട്ട് ഞാൻ ഞങ്ങളതിന് കാത്തിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വന്നപ്പോ തിരിച്ചൊരു മറുപടി കൊടുക്കാഞ്ഞേ എന്നുള്ളത് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഞാനിനി മറുപടി പറയില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ ജാസി ചേട്ടൻ. ഇപ്പൊ രണ്ടാമതൊരു മറുപടി ആയിട്ട് വന്നപ്പോ പിന്നെ ഹെലന് പറയാതിരിക്കാൻ കഴിയോ? ഹെലൻ അല്ലേ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അവർക്ക് അതിന് വിഷമം ഉണ്ടാവില്ലേ? പണ്ടാറടങ്ങിയിട്ട് ഈ സാധനം കാണിച്ചു തന്നിട്ട് അവർ പേടിച്ചു എന്നാ പറഞ്ഞേ. വിഷമായി അത് കണ്ട് എന്റെ ഉമ്മ ഇടക്കുണ്ട്. പക്ഷെ അത് പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഹേർട്ട് ചെയ്തു. അതിന് കർമ്മ എന്ന സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും. കാരണം അത്രമേൽ എനിക്ക് വിഷമായി. അത് കണ്ട് എന്റെ ഉമ്മ അടക്കം എന്നെ വിളിച്ച് ചോദിച്ചു, ജാസി എന്തൊക്കെയാണ് ഒരു പെൺകുട്ടി പറയുന്നത്, സ്വന്തപ്പാനെ പറയുന്നത്, കബറി കിടക്കുന്ന ആൾക്ക് എന്തൊരു വിഷമാണെന്നൊക്കെ ഉമ്മ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പടച്ചറബിന്റെ ഭാഗത്തല്ലേ, പടച്ചറബ് നോക്കിക്കോളൂ. അത് ആ പറഞ്ഞ ആളും പടച്ചറബ്. അതെ, അത് ഞാനും പടച്ചറബ് നോക്കിക്കോളും. നീ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നീ അതിന് ആദ്യം പറഞ്ഞൊരു കർമ്മ എന്നുള്ളൊരു വേർഡ് ഉണ്ടല്ലോ, അതിനുള്ള ഉത്തരം ഞാൻ വളരെ കൃത്യമായിട്ട് തരാം. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നിന്റെ കൂടെ നടക്കുന്ന ആ നാറി ചെറ്റ മോൻ ഇവന്റെ ഉമ്മാനെ നീ കുറെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഈ ആശീന്റെ ഉമ്മാനെ നീ കുറെ ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് പടച്ച റബ്ബ് കണ്ടതിനുള്ള ഉത്തരാണ് ഇന്ന് നിനക്ക് ഞാൻ തന്നത്. ആ വീഡിയോയിൽ ഞാൻ നിനക്ക് തന്നത് പടച്ച റബ്ബ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. എന്തുകൊണ്ട്? ആ ഉമ്മാനെ നീ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഏത് ആശിയെ ജനിപ്പിച്ച ഒരു പാവം ഉമ്മ ഉണ്ടല്ലോ, അതിനുള്ള കർമ്മയാണ്. പിന്നെ മകനും അല്ലല്ലോ മകളും അല്ലല്ലോ, ഇവനിപ്പൊ എന്താ ഞാൻ പറയല്? ഈ ചെറ്റയ്ക്ക് കിട്ടിയത്. ആഷി ഉമ്മയെ കുറിച്ച് പറഞ്ഞത് നമ്മൾ വ്യക്തമായിട്ട് കേട്ടതാണ് അല്ലെ. അതേപോലെ ആഷിയുടെ ഉമ്മയുടെ ശബ്ദ സന്ദേശവും നമ്മൾ കേട്ടതാണ് അല്ലെ. ജാസി തന്നെ വൃത്തികേടുകൾ തെറി വിളിച്ചു എന്ന ആ ഉമ്മ പറയുന്നത് പോലും നുണയാണ് എന്ന് ആഷിയും ഒപ്പം ഇരുന്ന് പറഞ്ഞ് നമ്മൾ കേട്ടതാ. അതായത് വകതിരിവ് വട്ടപൂജ്യം. ഈ ദുനിയാവില് ബുദ്ധി ഇല്ലാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാ. എന്നാൽ നല്ല തണ്ടും തടിയുള്ള ആണുങ്ങളാ. നല്ല അടിപൊളിയായിട്ട് ജീവിക്കാൻ കഴിയും. പക്ഷെ നാണം കെട്ടിട്ടേ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് പറയാനാ? ഇപ്പൊ ഒരുത്തനുണ്ടല്ലോ അല്ലെ, അവൻ ആണുങ്ങളോടാണ് താല്പര്യം എന്ന് അവൻ തന്നെ പറയുന്നു, അവർ ഇന്റർവ്യൂകളിൽ പറയുന്നു. എന്നിട്ടോ ഒരു സ്ത്രീ ആവാൻ ശ്രമിക്കുന്ന ഒരാണിന്റെ കൂടെ എങ്ങനെ ജീവിക്കുക എനിക്കറിയില്ല. കുറച്ച് സമയം കഴിഞ്ഞാൽ ആഷി ചിലപ്പോൾ പൊടി തട്ടി പോകും. ഇനി അവന് വേർപ്പിന്റെ വല്ല അസുഖമുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അവിടെ തന്നെ കൂടി നിൽക്കുന്നുള്ളതാ. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ ഒന്ന് അവോയ്ഡ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ജാസിയുടെ ഈ ഒരു ഊളത്തരങ്ങള്. അതേപോലെ ഈ ഫോണും പിടിച്ച് ചെല്ലുന്ന ആളുകളും ചെല്ലാതെ നിന്ന് കഴിഞ്ഞാൽ തന്നെ തീരാവുന്ന പ്രശ്നമുള്ളത്. പക്ഷെ ഇവർക്ക് ഇത് കണ്ട് തെറി വിളിക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയാം. അതുകൊണ്ടാ ഇനി ഞാൻ കുറച്ച് കമന്റുകൾ സൈഡിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ജാസി ഹെലനോസ് പാർട്ടിക്കുള്ള മറുപടി കൊടുത്തതിന് അവർ കൊടുത്ത മറുപടികളാ, ഞാൻ ഒന്നും വായിക്കുന്നില്ല, ഒക്കെ സൈഡിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി സംശയം ഉണ്ടെങ്കിൽ ജാസിയുടെ ആ ഒരു വീടിന്റെ അടിയിൽ പോയി കണ്ടോളൂ. അതിലൊരു നന്മ പോലും ഇല്ല. ഒക്കെ ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഫുൾ എതിർത്തിട്ട് സംസാരിക്കുന്നത്. നീ നുണയാ പറയുന്നത്, കുറച്ച് തെറികളൊക്കെ അതിൽ കിടക്കുന്നുണ്ട്. പിന്നെ യൂട്യൂബിന് വേണ്ടി ഒരു വാക്ക്,
എന്റെ പൊന്ന് യൂട്യൂബെ, നാറി എന്ന് പറഞ്ഞാൽ മണമുള്ള, വൃത്തികെട്ട മണമുള്ള ആള് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ചെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ചേരിയിൽ ജീവിക്കുന്ന ആളുകളെ വിളിക്കുന്ന ഒരു വാക്കാണ്. ആ ഒരു വാക്ക് വിളിക്കുന്നതിനോട് എനിക്ക് യാതൊരു എന്താ പറയാ താല്പര്യവും ഇല്ല. കാരണം സാധാരണക്കാരെ നമ്മൾ എന്തിന് തെറിയായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾ മോണിറ്റൈസേഷൻ ഓഫ് ആക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ലിമിറ്റഡ് ആഡിൽ നിന്ന് മാറ്റുക. ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ മാനുവലായിട്ട് റിവ്യൂ ചെയ്യുന്ന ആളുകളെ? അത് അവർക്കുള്ളതാണ് കേട്ടോ. തുടർന്ന് കേൾക്കുക. ഇപ്പൊ ഈ മരിച്ചുപോയ ഉപ്പാനെ പറഞ്ഞു, ആ ഉമ്മാനോട് ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് തന്നെ ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. മരിച്ചുപോയ ഉപ്പാനെ നീ പറയിപ്പിച്ചതല്ലോ അല്ലേ? നിന്റെ കബർ കിടക്കുന്ന ഉപ്പാനെ നീ പറയിപ്പിച്ചതല്ല. നീ ഒന്നും ചെയ്യാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന നിന്നെ വെറുതെ വന്നിരുന്ന് ഞാൻ ചീത്ത വിളിച്ചതാണ്. അല്ലെങ്കിൽ നീ ഈ കാണിച്ച നിന്റെ ഉപ്പാനെ ഞാൻ വെറുതെ വന്നിരുന്ന് വിളിച്ചതാണ്. നീ വിളിപ്പിച്ചതല്ല. നീ എടാ നിന്റെ ഉപ്പ മരിച്ചുപോയ ആ വ്യക്തിന്റെ കബറിനെ നീ ബഹുമാനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ കിടക്കുന്ന ആ ഉമ്മാനെ നീ ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇമാതിരി പണിക്ക് പോകരുത്. നീ മനസ്സിലായില്ലേ? എടാ നീ എല്ലാം ചെയ്തു വെച്ചിട്ട് ആൾക്കാരുടെ സിമ്പതി പറ്റാൻ വേണ്ടിയിട്ട് പടച്ച റബ്ബിനവും പറയുന്നുണ്ട്. പിന്നെ ആ പടച്ച റബ്ബിന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദീനിൽ പറഞ്ഞിട്ടുള്ള എല്ലാണല്ലോ നീ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. കബറിൽ കിടക്കുന്ന ഉപ്പാനവും കൊണ്ടുവന്നു എന്തിന്? സിമ്പതി പിടിച്ചു പറ്റാൻ. വീട്ടിൽ കിടക്കുന്ന ഉമ്മാനെയും കൊണ്ടുവന്നു സിമ്പതി പിടിച്ചു പറ്റാൻ. നടക്കൂല മോനെ, നടക്കൂല. നമ്മള് കേരളത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ അരിയാഹാരം തന്നെയാണ് തിന്നുന്നത്. അതെ, ഉമ്മാനെയും ഉപ്പാനെയും കബറിൽ കിടക്കുന്ന ആളൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് കിട്ടും വിചാരിച്ചിട്ടായിരിക്കുന്നത്. നീ ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ അപമാനിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ട്രാൻസ് ഹിജഡ കമ്മ്യൂണിറ്റി അല്ല ഞാൻ പറയുന്നത്, ഇസ്ലാം മതം എന്ന് പറയുന്ന അതിൽ വിശ്വസിക്കുന്ന ആളുകളെ അത്രമാത്രം നീ നാണം കെടുന്നുണ്ട്. ഇതൊക്കെ ഇതിൽ പറഞ്ഞതാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരുപാട് ഊളത്തരങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പല ഊളത്തരങ്ങളും നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെതിരെ ശബ്ദിക്കുന്ന ആളുകൾ ഉള്ളിടത്തോളം കാലം നിനക്ക് എന്ത് കിട്ടാനാ? പുണ്യം കിട്ടുക? ഒന്നും കിട്ടൂല. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ കിട്ടുക? അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഇപ്പൊ ജാസിക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷെ എനിക്ക് അറിയുണ്ടാവും ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ആ മതത്തെ കുറിച്ചിട്ടും മറ്റുള്ള മതങ്ങളെ കുറിച്ചും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവനേക്കാൾ കൂടുതൽ എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നുണ്ടാവും. നിങ്ങളെ ഒരിക്കലും ഈ മതത്തിൽ അംഗീകരിക്കുന്നില്ല. പിന്നെ രണ്ട് ലിംഗത്തോടുകൂടി ജനിക്കുന്ന ആളുകൾക്ക് ഒരു പരിഗണന ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് സ്വത്തിലും മറ്റുള്ള കാര്യങ്ങൾക്കും അവർക്കും പങ്കാളിത്തം ഉണ്ടാകും എന്നൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയുന്ന ആളുകളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്നെ പച്ചക്ക് എന്റെ വീട്ടുകാരെ ഇതേപോലെ പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ആ വ്യക്തി കഴിഞ്ഞാൽ പിന്നെ എന്നെ പച്ചക്ക് എന്റെ ഉപ്പാനെ, മരിച്ചുപോയ എന്റെ ഉപ്പാനെ പറഞ്ഞ വ്യക്തി ഈ ഒരു കുട്ടിയാണ്. എനിക്ക് എന്നെ പറഞ്ഞാൽ ഒരു വിഷമമില്ല. പക്ഷെ എന്റെ മരിച്ചുപോയ ഉപ്പാനെ പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അത് അത്രമേൽ ഉപ്പാന്മാരെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ആ വിഷമം ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പൊന്നെ, ഇതൊന്നും നീ നിന്റെ വായി കൊണ്ട് പറയല്ലേ കേട്ടോ. നീ നിന്റെ ഉപ്പാനെയും ഉമ്മാനെയും സ്നേഹിക്കുന്നു. എടാ അങ്ങനത്തെ എല്ലാം കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലോ നീ ഇതൊന്നും നീ ചെയ്യില്ല. അച്ഛനെയും അമ്മേനെയും സ്നേഹിക്കുന്നതിനൊന്നും നീ പഠിപ്പിക്കാൻ നിൽക്കല്ലേ കേട്ടല്ലേ. നിന്റെ വായി കൊണ്ട് ഇതിനെല്ലാം ഞാൻ എന്ത് ചെയ്യണ്ട? ഞാന് അച്ഛന്റെ അമ്മേനെ സ്നേഹത്തെ കുറിച്ച് പറയുന്നു, അവരെ ബഹുമാനിക്കുന്നതിന് ആരോ ഈ പണയുന്നേ. എന്റെ പൊന്നു ജാസിയെ, ഒന്ന് തിരിഞ്ഞു നോക്കിയേ. നിന്റെ നിഴല് പോലും നിന്നെ ഇട്ടെറിഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെയാണ് കബറി കിടക്കുന്ന നിന്റെ ഉപ്പ. നിന്റെ ഉപ്പാക്ക് നിന്നെ ഈ രീതിയിൽ കാണാൻ ഒരിക്കലും ആഗ്രഹമില്ല എന്ന് വ്യക്തമായിട്ട് നീ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉപ്പ എന്നെ ഒരാണായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു ട്രാൻസ് ആയിട്ടുള്ള വ്യക്തിയാണ് നാദിറയുടെ ഉപ്പ അവനെ ഇപ്പോഴും നജീബെ എന്നാ വിളിക്കാറ് എന്നാ പറയുന്നത്. അവർക്കൊന്നും ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല, അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സാമ്പത്തികമായി നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ അവർ സമ്പാദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലങ്ങ് വീണ് പോകുന്നതാ, അല്ലെങ്കിൽ ജീവിക്കാൻ വകുപ്പില്ലാത്ത കൊണ്ട് പെട്ടുപോകുന്നതാ എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ സമൂഹത്തിനെ ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുക? ഒരിക്കലും ഇല്ല. ഇപ്പൊ ഹിന്ദു വിശ്വാസപ്രകാരം ഹിജഡകൾക്ക് ഒരു സ്ഥാനമുണ്ട്. എന്നാലോ സ്വന്തം വീട്ടിൽ അങ്ങനെ ഒരു ഹിജഡ ഉണ്ടായി കഴിഞ്ഞാൽ ഇവരാരും അംഗീകരിക്കില്ല. പിന്നെ ഹിജഡ എന്ന് വിളിക്കുന്നത് തെറിയായിട്ട് നിങ്ങൾ ആരും കാണല്ലേ. ഹൈന്ദവ വിശ്വാസപ്രകാരം ഹിജഡ സംസ്കാരമുണ്ട്, ഹിജഡകളുണ്ട്. പക്ഷെ ഇവരൊന്നും വീട്ടിലടുപ്പിക്കാൻ ആർക്കും താല്പര്യമില്ല. അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളതാ. ഇപ്പോഴും ഞാൻ പറയട്ടെ, ഞാൻ എന്ത് സർജറി ആണ് ചെയ്തതെന്ന് റിവീൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അത് എനിക്ക് ഇനിയിപ്പോ ജാസി ഡൗൺ ആണോ ചെയ്തത്, ജാസി ബ്രസ്റ്റ് ആണോ ചെയ്തത്, അല്ലെങ്കിൽ ജാസി വേറെ എന്തിനാണോ ചെയ്തത്, താല്പര്യമില്ല എനിക്ക് പറയാൻ. അത് ഞാൻ വളരെ താല്പര്യമില്ല. നിനക്ക് പറയാൻ താല്പര്യമില്ല. നിനക്ക് പറയാൻ താല്പര്യമില്ല. നീ ഡൗൺ ആണോ ചെയ്തത്, നീ ബ്രസ്റ്റ് ആണോ ചെയ്തത്, നീ മൂലക്കുരു ആണോ ചെയ്തത്, അല്ല നിന്റെ ആണോ ചെയ്ത് പറയാൻ താല്പര്യം. നീ എവിടെ പറഞ്ഞിട്ടില്ല അല്ലെ. ഈ നാറി ഉണ്ടല്ലോ, പിന്നെ ഈ ഇവന്റെ ഒപ്പരമുള്ള മറ്റേ കുണ്ടന്റെ ഒപ്പരം വെളിച്ചെണ്ണ ഉണ്ടാക്കി മൂഞ്ചാനും പിന്നെ ഈ നട്ടാ മുളക്കാത്ത നോണ പറയുന്നത് മാത്രമാണ് ഈ ചെറ്റവായി തുറക്കുന്നത്. ഇത് എവിടെയും പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. പിന്നെ എവിടെയും പറഞ്ഞിട്ടില്ല. ഈ ബട്ടൺ ഇങ്ങനെ അഴിച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. പക്ഷെ സർജറി എവിടെ ചെയ്തത് ഞാൻ പറയില്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് വകതിരിവില്ല എന്ന് പറയുന്നത്. എത്രയോ തവണ ഇത് പറഞ്ഞതാണ്. പിന്നെ ഞാൻ അടിയാണോ മോളാണോ സർജറി ചെയ്തെന്ന് പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ തുടക്കം മുതൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാത്ത ഒരാളായിരിക്കണം. വല്ലപ്പോഴും വന്ന് റീലിട്ട് പോകുന്ന ആളായിരിക്കണം അല്ലെ. അതല്ല, ഇത് തിന്നതും തുപ്പിയതും ഒക്കെ ഇതിൽ കൊണ്ട് തന്നെ നിറയ്ക്കുന്ന ആളാണ് ഈ ഡയലോഗ് അടിക്കുന്നത്.
ഞാൻ എന്റെ യൂട്യൂബ് ചാനലാണ്. എനിക്കും ആ കുട്ടി പറഞ്ഞ പോലെ വളരെ റോങ് ആയിട്ടൊക്കെ ഭയങ്കര പൊട്ടി വെച്ച് പറയാനൊക്കെ എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ഞാൻ മലയാളിയാണല്ലോ, ലൈക്ക് ഓഫ്കോഴ്സ് മലയാളി ഏറ്റവും കൂടുതൽ നമ്മൾ തെരുവാക്കളായിരിക്കും പഠിച്ചിട്ടുണ്ടാവും. എല്ലാ തെരുവാക്കളും എനിക്കറിയാം, എനിക്ക് പറയായിരുന്നു. പക്ഷേ എനിക്ക് പറയാൻ താല്പര്യമില്ല. ഞാൻ 2006 എടുത്ത തീരുമാനം അതാണ്. എടുത്തിട്ടില്ല, ഞാൻ എടുക്കൂല. പിന്നെ 2026 അല്ല, ഇത് 2036 ആയത്. ഞാൻ ആരും ചീത്ത വിളിക്കേണ്ടി വന്നിട്ടുണ്ട്, കണ്ണു പൊട്ടുന്ന ചീത്ത ഞാൻ വിളിക്കും. പിന്നെ എനിക്ക് ചീത്ത വിളിക്കാൻ അറിയാന്നുള്ളത് നീ മലയാളി ആയതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾക്ക് അറിയുന്നത്. നീ ആ ആശി എന്ന് പറയുന്ന വ്യക്തിയുടെ ഉമ്മയുള്ള പാവം വ്യക്തി, ആ പാവം വ്യക്തിയെ ചീത്ത വിളിച്ചൊക്കെ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് നീ അതൊന്നും അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? മലയാളി ആയതുകൊണ്ട് ചീത്ത വിളിക്കാൻ അറിയാം. ഒന്ന് പോടാ, നീ കുണ്ടറാണ് ചീത്ത വിളിക്കാൻ അറിയാം, അങ്ങനെ പറഞ്ഞാൽ മതി. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവൻ കൃത്യമായിട്ട് ഉമ്മയെ തെറി വിളിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവിതല്ലേ. ആഷിയുടെ ഉമ്മ പറഞ്ഞില്ലേ, അവൻ വാ തുറന്ന നുണയെ പറയുള്ളൂ, തെറിയെ പറയുള്ളൂ, അതാണ് ഇതാണെന്ന് പറയാൻ നമ്മൾ കേട്ടതല്ലേ. ഇവൻ തന്നെ പറയുന്നത് എനിക്ക് എല്ലാ തെറികളും അറിയാം. പിന്നെ നിനക്കറിയാതിരിക്കില്ലല്ലോ, നീ അമ്മാതിരി വിളിച്ചെന്ന് ഒരാളങ്ങ് വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ആ ഉമ്മാന്റെ വാക്ക് വിശ്വസിക്കാനേ കഴിയുള്ളൂ. അവർ ദീനിയായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് അവരെ നഷ്ടപ്പെട്ട മകനെ തിരിച്ചു പിടിക്കാൻ വളരെ ആദിയുള്ള വ്യക്തിയാണ്. സ്വന്തം മക്കൾ നഷ്ടപ്പെടുമ്പോൾ അതിന്റെ വേദന മനസ്സിലാവുള്ളൂ. ഇതൊക്കെ കണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് നോക്കി വെക്കണം, നല്ലതാണ് കേട്ടോ. ഭാവിയിൽ ചിലപ്പോൾ അവർ കല്യാണപ്രായമാവാത്ത ആളുകളാണെങ്കിൽ നിങ്ങളുടെ മക്കളെയൊക്കെ ചിലപ്പോൾ ചോദിച്ചു വന്നെന്ന് വരും. അപ്പോ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഇവരും ആ കുണ്ട സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ വലിയ അപകടമാണെന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് ഭയങ്കര പേടി തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ അപകടം പിടിച്ചതാണെന്നുള്ളതാണ്. കൊട്ടാരക്കരയിലെ വിഷയം അറിയില്ല, ഞങ്ങൾ 2500ഓളം ആളുകൾ കൊല്ലം ജില്ലയിൽ തന്നെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അതായത് നമുക്കൊന്നും സംസാരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ആണായി ജനിക്കുന്നു, പെൺവേഷം കെട്ടി നടക്കുന്നു, ആണിന്റെ കരുത്തും പെണ്ണിന്റെ സ്വഭാവമാണെന്ന് പറയുന്നത്. പക്ഷെ അതല്ല, ഇവർ പലയിടങ്ങളിലും പല രീതിയിൽ പൊട്ടിത്തെറിക്കുന്നതുമാണ് കാണുന്നുണ്ട്. ജാസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് കേട്ടോ, അത് പൊതുവെ ഒരു വിഷയം പറഞ്ഞാണ്. ജാസി ഉമ്മയെ ഇങ്ങനെയൊക്കെ വിളിച്ചു എന്ന് ഉമ്മ പറഞ്ഞത് ഇപ്പൊ എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ ജാസിയുടെ ഉമ്മ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഖബറിൽ കിടക്കുന്ന ഉപ്പയെ പറയിപ്പിക്കരുതെന്ന്. ആ ഖബറിൽ കിടക്കുന്ന ഉപ്പ എത്ര കേട്ടിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എത്ര നാളുകളായി ആളുകൾ തെറി വിളിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. എത്രമാത്രം ആളുകൾ അറിയാം ജാസിയെ എതിർക്കുന്നത്. ഈ എതിർക്കാൻ പോകുന്ന ആളുകൾ അവിടെ പോയി കമന്റ് ഇടുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റെതായ റീച്ചും കാര്യങ്ങളും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടവരെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവരെ നമ്മൾ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മക്കളും ഇത് കാണാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ അവരും അതിലേക്ക് പോകാനുള്ള സാധ്യതകൾ അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊരു ട്രെൻഡിങ് ആണ്. ഞാൻ പറഞ്ഞില്ല, IFK പോലെയുള്ള ഫിലിം ഫെസ്റ്റിവലുകൾ നടക്കുന്ന സമയത്ത് പ്രത്യേക വേഷഭൂഷാദികളൊക്കെ ഇട്ടുവരുന്ന ആണുങ്ങളെ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ വളരെ നഗ്നത കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആണുങ്ങൾ വേഷം കെട്ടി കാതിലത്തേക്ക് ചുറ്റും നടക്കുന്ന കുറെ എണ്ണം കാണാറുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവർക്ക് ആ സിനിമയെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാലോ സിനിമകളെ കുറിച്ച് ചോദിച്ചാലോ ഒരു തേങ്ങാക്കൊലി അറിയില്ല. അവർ ആ ഒരു ദിവസം അവിടെ മീഡിയാസ് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഫേമസ് ആവാൻ വേണ്ടി വരുന്ന ആളുകളാണെന്നുള്ളതാണ്. ഇതിനൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് തീരുമാനിക്കണം ഇതിനൊക്കെ മാറ്റങ്ങൾ വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സമൂഹം അതപ്പതിച്ച് പണ്ടാറടങ്ങും. എത്രയോ രാജ്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എതിർത്തതാണ് എന്നുള്ളതാണ്, ഒഴിവാക്കി വിട്ടതാണെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഈ ഒരു ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ഹിജഡ സംസ്കാരം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിൽ പെട്ടുകിടക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതൊന്നും പെട്ടുകിടക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഗവൺമെന്റിന് തന്നെ കൃത്യമായിട്ട് ഇടപെടൽ നടത്താൻ കഴിയുമായിരുന്നു. ഒരു വലിയ അപകടമാണ് എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലെ. നാളെ എല്ലാവരും ഈ രീതിയിൽ നടക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ മനുഷ്യകുലത്തിന്റെ തന്നെ അവസ്ഥ എന്താവും? അത്രേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതലായിട്ടൊന്നും പറയണ്ട. നിങ്ങൾ നിങ്ങളുടെ കമന്റ് ഇട്ടോളൂ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി ശ്രദ്ധയപ്പെടപ്പോൾ സൈനിങ് ഓഫ്.